ഏറ്റവും പ്രധാനപ്പെട്ട കപ്പൽ ചാലുകളിലൊന്നായ ഹോർമൂസ് കടലിടുക്കിനെ വീണ്ടും ഒരു വൻ യുദ്ധഭീതിയുടെ നിഴലിലാഴ്ത്തിക്കൊണ്ട് ഇറാൻ അതിർത്തിയിൽ വൻ സ്ഫോടന പരമ്പരകൾ അരങ്ങേറിയിരിക്കുകയാണ്. ഇറാന്റെ തന്ത്രപ്രധാനമായ സൈനിക താവളങ്ങൾ നിലകൊള്ളുന്ന ഗേഷ് ദ്വീപിന് മുകളിലാണ് അതീവ ഗുരുതരമായ ഈ സൈനിക നീക്കങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. പശ്ചിമേഷ്യൻ മേഖലയിലെ സമാധാന ശ്രമങ്ങൾക്ക് കനത്ത പ്രഹരമേൽപ്പിച്ചുകൊണ്ട് പുലർച്ചെയുണ്ടായ ഈ സ്ഫോടന ശബ്ദങ്ങൾ മേഖലയെ ആകെ പരിഭ്രാന്തിയിലാഴ്ത്തിയിരിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്കിലെ ആധിപത്യത്തിനായി വൻ ശക്തികൾ തമ്മിൽ നടക്കുന്ന നിഴൽ യുദ്ധത്തിന്റെ ഏറ്റവും പുതിയ അധ്യായമായാണ് ഇതിനെ വിലയിരുത്തുന്നത്. പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമങ്ങളായ മെഹർ ന്യൂസ് ഏജൻസി, മിഡിൽ ഈസ്റ്റ് മോണിറ്റർ എന്നിവ പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഗേഷം ദ്വീപിന്റെ വ്യോമാതിർത്തിയിലേക്ക് സംശയാസ്പദമായ സാഹചര്യത്തിൽ ശത്രു രാജ്യങ്ങളുടെ ഡ്രോണുകൾ അതിക്രമിച്ചു കടക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഇതിനെ തുടർന്ന് ഇറാന്റെ അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉടനടി സജീവമാവുകയും ശത്രു ലക്ഷ്യങ്ങൾക്ക് നേരെ മിസൈലുകൾ തൊടുത്തുവിടുകയും ചെയ്തു. ആകാശത്ത് വെച്ച് ഡ്രോണുകളെ പ്രതിരോധിക്കുന്നതിനിടയിലാണ് ദ്വീപിനെ ആകെ ഉലച്ച കനത്ത സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതെന്ന് ഇറാനിയൻ അധികൃതർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആക്രമണ ശ്രമം നടന്നത് മണിക്കൂറുകൾ പിന്നിട്ടിട്ടും തങ്ങളുടെ സൈനിക താവളങ്ങൾക്കോ തന്ത്രപ്രധാനമായ അടിസ്ഥാന സൗകര്യങ്ങൾക്കോ യാതൊരുവിധ നാശനഷ്ടങ്ങളും സംഭവിച്ചിട്ടില്ലെന്നാണ് ഇറാൻ ഔദ്യോഗികമായി വ്യക്തമാക്കുന്നത്. വ്യോമ പ്രതിരോധ നിര അതീവ ജാഗ്രതയിലായിരുന്നതിനാൽ ശത്രുക്കളുടെ ഡ്രോണുകൾക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുൻപ് തന്നെ തകർക്കാൻ കഴിഞ്ഞെന്നാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ പ്രാദേശിക കമാൻഡർമാർ അവകാശപ്പെടുന്നത്. എങ്കിലും ദ്വീപിലും പരിസര പ്രദേശങ്ങളിലും സൈനിക സുരക്ഷ മുൻപെങ്ങുമില്ലാത്ത വിധം ശക്തമാക്കിയിട്ടുണ്ട്. ഭൂമിശാസ്ത്രപരമായും സൈനികപരമായും ഇറാന് ഏറ്റവും താല്പര്യമുള്ള ഒരു തന്ത്രപ്രധാന കേന്ദ്രമാണ് ഖേഷം ദ്വീപ്. പേർഷ്യൻ ഗൾഫിന്റെ പ്രവേശന കവാടത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ദ്വീപ് ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നു പോകുന്ന അന്താരാഷ്ട്ര കപ്പലുകളെ നിരീക്ഷിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും ഇറാന് നൽകുന്ന സൈനിക മേധാവിത്വം ചെറുതല്ല. അതുകൊണ്ട് തന്നെ ഈ ദ്വീപിന് നേരെ ഉണ്ടാകുന്ന ചെറിയൊരു നീക്കം പോലും ഇറാന്റെ പരമാധികാരത്തിന് നേരെയുള്ള നേരിട്ടുള്ള വെല്ലുവിളിയായാണ് ടെഹ്റാൻ കണക്കാക്കുന്നത്. സമീപകാലത്തായി IRGC ഹോർമൂസ് കടലിടുക്കിന് ചുറ്റുമുള്ള തങ്ങളുടെ ഓപ്പറേഷണൽ ഏരിയ അല്ലെങ്കിൽ സൈനിക വിന്യാസ പരിധി ഗണ്യമായി വിപുലീകരിച്ചിരുന്നു. ഈ വിപുലീകരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൃദയഭാഗമായാണ് ഗേഷം ദ്വീപിനെ ഇറാൻ മാറ്റിയെടുത്തത്. അത്യാധുനിക മിസൈൽ ലോഞ്ചറുകളും ആന്റി ഷിപ്പ് ആയുധങ്ങളും ഡ്രോൺ നിയന്ത്രണ കേന്ദ്രങ്ങളും ഈ ദ്വീപിൽ ഇറാൻ വൻതോതിൽ വിന്യസിച്ചിട്ടുണ്ട്. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഈ കേന്ദ്രത്തെ ലക്ഷ്യമാക്കി ഡ്രോൺ നീക്കങ്ങൾ ഉണ്ടായിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. ആഗോളതലത്തിൽ വിതരണം ചെയ്യപ്പെടുന്ന എണ്ണയുടെയും പ്രകൃതിവാതകത്തിന്റെയും വലിയൊരു പങ്ക് കടന്നു പോകുന്ന ഹോർമൂസ് കടലിടുക്കിലെ സുരക്ഷയെ ഈ സംഭവം നേരിട്ട് ബാധിക്കുമെന്ന ആശങ്ക ശക്തമാണ്. ഒരു ചെറിയ സംഘർഷം ഉണ്ടായാൽ പോലും ഈ കപ്പൽ ചാൽ അടച്ചുപൂട്ടാൻ തങ്ങൾക്ക് കഴിയുമെന്ന മുന്നറിയിപ്പ് ഇറാൻ പലതവണ നൽകിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഖേഷം ദ്വീപിന് സമീപമുണ്ടായ സ്ഫോടനങ്ങൾ അന്താരാഷ്ട്ര എണ്ണ വിപണിയിലും കപ്പൽ ഗതാഗത മേഖലയിലും വലിയ ഉത്കണ്ഠയ്ക്ക് കാരണമായിട്ടുണ്ട്. ഈ അപ്രതീക്ഷിത വ്യോമാക്രമണ ശ്രമത്തിനു പിന്നിൽ ഏത് ശക്തിയാണെന്ന കാര്യത്തിൽ ഇതുവരെ ഔദ്യോഗികമായ സ്ഥിരീകരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എങ്കിലും ഇറാന്റെ പ്രധാന ശത്രുക്കളായ അമേരിക്കയോ ഇസ്രയേലോ ആയിരിക്കാം ഇതിനു പിന്നിലെന്ന തരത്തിലുള്ള ശക്തമായ സൂചനകളാണ് പ്രതിരോധ വിദഗ്ധർ നൽകുന്നത്. ഇറാന്റെ സൈനിക വിന്യാസങ്ങളെയും അവരുടെ റഡാർ സംവിധാനങ്ങളുടെ പ്രവർത്തനശേഷിയെയും പരീക്ഷിക്കുന്നതിനായി ശത്രുക്കൾ നടത്തിയ ഒരു പ്രോബിംഗ് മിഷൻ ആകാം ഇതെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. മേഖലയിൽ കഴിഞ്ഞ കുറച്ചു കാലമായി നിലനിൽക്കുന്ന കടുത്ത സൈനിക അസ്ഥിരതയുടെ തുടർച്ച തന്നെയാണ് ഈ പുതിയ സംഭവവികാസങ്ങളും. ഇറാൻ തങ്ങളുടെ പ്രാദേശിക സഖ്യകക്ഷികളായ ഹൂത്തികൾക്കും ഹിസ്ബുള്ളയ്ക്കും നൽകുന്ന പരസ്യമായ ആയുധ പിന്തുണയ്ക്കെതിരെ പാശ്ചാത്യ രാജ്യങ്ങൾ കടുത്ത നിലപാടിലാണ്. ഇറാന്റെ താവളങ്ങളെ നേരിട്ട് ലക്ഷ്യമിട്ടുകൊണ്ട് മാത്രമേ ഇവരുടെ ആയുധ വിതരണ ശൃംഖല തകർക്കാൻ കഴിയൂ എന്ന വിലയിരുത്തലിലാണ് അമേരിക്കൻ സഖ്യം. ഇതിന്റെ ഭാഗമായാണ് ഖേഷമിലെ റഡാർ കോട്ടകളെ ഭേദിക്കാനുള്ള ശ്രമമുണ്ടായത്. ഈ കടുത്ത നീക്കത്തോടെ ഹോർമൂസ് കടലിടുക്കിൽ നിലയുറപ്പിച്ചിട്ടുള്ള അന്താരാഷ്ട്ര യുദ്ധക്കപ്പലുകളും അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. അമേരിക്കൻ നാവികസേനയുടെ 5ാം കപ്പൽപ്പട പേർഷ്യൻ ഗൾഫിലെ തങ്ങളുടെ പട്രോളിംഗ് ശക്തമാക്കി. ഇറാന്റെ ഭാഗത്തു നിന്ന് കപ്പലുകൾക്ക് നേരെ എന്തെങ്കിലും തരത്തിലുള്ള പ്രത്യാക്രമണം ഉണ്ടായാൽ അത് നേരിടാൻ തക്കവണ്ണമുള്ള ആയുധ സജ്ജീകരണങ്ങളോടെയാണ് US കപ്പലുകൾ നിലയുറപ്പിച്ചിരിക്കുന്നത്. ഇറാന്റെ ആഭ്യന്തര സുരക്ഷാ ഏജൻസികൾ ഈ ഡ്രോൺ കടന്നുകയറ്റത്തെ അതീവ ഗൗരവത്തോടെയാണ് അന്വേഷിക്കുന്നത്.
ഡ്രോണുകൾ എവിടെ നിന്നാണ് കുതിച്ചുയർന്നതെന്നും അവയുടെ യഥാർത്ഥ ലക്ഷ്യം എന്തായിരുന്നുവെന്നും കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. അയൽ രാജ്യങ്ങളിലെ ഏതെങ്കിലും വിദേശ സൈനിക താവളങ്ങളിൽ നിന്നാണോ ഈ ഡ്രോണുകൾ എത്തിയത് എന്ന് കണ്ടെത്തിയാൽ അത് ആ രാജ്യങ്ങളുമായുള്ള ഇറാന്റെ നയതന്ത്ര ബന്ധങ്ങളെ പൂർണ്ണമായും തകർക്കും. ഈ സ്ഫോടനങ്ങൾ ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും കടുത്ത ചലനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായ സൈനിക മേഖലകളിലേക്ക് പോലും വിദേശ ഡ്രോണുകൾക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയുന്നു എന്നത് ഇറാന്റെ വ്യോമ പ്രതിരോധ ശേഷിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. എന്നാൽ തങ്ങളുടെ പ്രതിരോധ നിര പൂർണ്ണ വിജയമായിരുന്നുവെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമങ്ങളിലാണ് നിലവിൽ ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ. വരും ദിവസങ്ങളിൽ ഹോർമൂസ് കടലിടുക്കിൽ ഇറാന്റെ ഭാഗത്തു നിന്ന് കൂടുതൽ കടുത്ത സൈനിക അഭ്യാസങ്ങളും മിസൈൽ പരീക്ഷണങ്ങളും ഉണ്ടാകുമെന്നാണ് സൂചന. തങ്ങളുടെ അതിർത്തി ലംഘിക്കാൻ ശ്രമിക്കുന്നവർക്ക് ശക്തമായ മറുപടി നൽകാൻ തങ്ങൾ സജ്ജരാണെന്ന് കാണിക്കേണ്ടത് ഇറാന്റെ നയതന്ത്ര ആവശ്യമാണ്. ഇതിനായി കൂടുതൽ വലിയ സൈനിക നീക്കങ്ങൾക്ക് IRGC മുതിർന്നേക്കും. ഗൾഫ് മേഖലയിലെ മറ്റ് അറബ് രാജ്യങ്ങളായ ഒമാൻ, UAE, സൗദി അറേബ്യ എന്നിവരും ഈ സംഭവവികാസങ്ങളെ അതീവ ഉത്കണ്ഠയോടെയാണ് വീക്ഷിക്കുന്നത്. തങ്ങളുടെ അതിർത്തികളോട് ചേർന്ന് കിടക്കുന്ന കടലിടുക്കിൽ ഒരു യുദ്ധ സാഹചര്യം ഉണ്ടാകുന്നത് ഈ രാജ്യങ്ങളുടെ സാമ്പത്തിക താൽപര്യങ്ങൾക്ക് വലിയ തിരിച്ചടിയാകും. അതുകൊണ്ട് തന്നെ ഇരുവിഭാഗത്തോടും കടുത്ത പ്രകോപനങ്ങളിൽ നിന്ന് പിന്മാറാൻ നയതന്ത്ര ചാനലുകൾ വഴി അവർ അഭ്യർത്ഥിക്കുന്നുണ്ട്. പശ്ചിമേഷ്യയിൽ വീണ്ടും ഒരു പൂർണ്ണ തോതിലുള്ള യുദ്ധത്തിനുള്ള കനലുകളാണ് ഖേഷം ദ്വീപിലെ സ്ഫോടനങ്ങളിലൂടെ പുകയുന്നത്. വാക്കുകൾ കൊണ്ടുള്ള പോരാട്ടങ്ങൾക്കപ്പുറം ആയുധങ്ങൾ നേരിട്ട് സംസാരിച്ചു തുടങ്ങുമ്പോൾ അത് ആഗോളതലത്തിൽ തന്നെ വലിയൊരു സാമ്പത്തിക സുരക്ഷാ പ്രതിസന്ധിക്ക് കാരണമാകും. വരും മണിക്കൂറുകളിൽ ഖേഷം ദ്വീപിന്റെ വ്യോമാതിർത്തിയിൽ നിന്നും പുറത്തുവരുന്ന വാർത്തകൾ മിഡിൽ ഈസ്റ്റിന്റെ ഭാവിയെ നിർണയിക്കുന്നതിൽ അതീവ നിർണായകമായിരിക്കും.